എല്ലാവർക്കും നമസ്കാരം. വായനയെ പറ്റി അല്പം ചില ചെറിയ വിചാരങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ നാം എന്തിനാണ് വായിക്കുന്നത്? വായനയുടെ പ്രാധാന്യം എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായന അവന്റെ മുൻപിൽ മലർക്കെ തുറക്കുന്നത് വ്യത്യസ്ത സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതായനങ്ങളാണ്. അത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള മിഴി തുറക്കലാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണമാണവ. നല്ല വായനയിലൂടെ നല്ല ചിന്തയും ഒരു നല്ല മനുഷ്യനും ഉണ്ടാകുന്നു. ഒരു നല്ല പൗരൻ സമൂഹത്തിന്റെയും രാജ്യസൃഷ്ടിയുടെയും അടിസ്ഥാനമാണ്. ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ തന്റെ ചവിട്ട് സൈക്കിളിൽ സഞ്ചരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 6000-ഓളം ഗ്രന്ഥശാലകൾ രൂപീകരിച്ചത്. ഗ്രന്ഥാലയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും വായനയുടെ പുണ്യാളനും എന്നറിയപ്പെടുന്ന ശ്രീ P.N. പണിക്കർ. ഈ ജൂൺ 19 നാം അദ്ദേഹത്തെ ഓർക്കും. കേരളത്തിൽ മാത്രമല്ല, ഭാരതം അങ്ങോളം ഇങ്ങോളം അന്ന് വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഇനി എന്താണ് വായനയെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ടത്? അങ്ങകലെ അറബി നാട്ടിൽ മക്ക മരുഭൂമിയുടെ മലമടക്കുകളിൽ ഒരിടത്തിരുന്ന് ധ്യാനിക്കുകയായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി. അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും അന്ധകാര അടിമത്തത്തിൽ നിന്ന് തന്റെ ജനതയെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ജബ്രീൽ എന്നൊരു പേരുള്ള ഒരു ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു എന്ന് കരുതപ്പെടുന്ന ആ പുണ്യ സൂക്തങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇഖ്റാഹ് ബിസ്മി റബ്ബിക്കൽ അഹ്ല. ഇഖ്റാഹ് ബിസ്മി റബ്ബിക്കൽ അഹ്ല. ദൈവത്തിന്റെ പ്രത്യേക ദൂതന്റെ പുണ്യ അധരങ്ങളിൽ നിന്ന് വിരിഞ്ഞ ആ പവിഴപ്പദമൊഴി ഇഖ്റാഹ് എന്നായിരുന്നു അത്രേ. അതിന്റെ അർത്ഥം വായിക്കൂ വായിക്കൂ എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാച്ചിക്കുറുക്കിയ കവിതയുടെ ആചാര്യനും തന്റെ പൊക്കക്കുറവിനെ ഇമ്മണി വലിയ പൊക്കമായി കണ്ട മലയാളിയുടെ സ്വന്തം കുഞ്ഞുണ്ണി മാഷിന്റെ ആ 2 വരി ശ്ലോകം ഓർമ്മയില്ലേ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളതും പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഒരു മരം ഒരു വരം, നല്ല മരം 1000 വരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുസ്തകങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല പുസ്തകങ്ങൾ തലമുറകളിലൂടെ 1000 നന്മകൾ വിരിയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നന്മയുടെ ഉറവകൾ വറ്റിച്ച് മനസ്സിൽ ഊഷരതകൾ മാത്രം സൃഷ്ടിക്കുന്ന ചീത്ത പുസ്തകങ്ങളുമുണ്ട്. അത് വായിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഉണ്ടാകട്ടെ നമുക്ക് നല്ലൊരു വായനാ സംസ്കാരം. നല്ല പുസ്തകങ്ങൾ വായിക്കാം, നമുക്കവയെ സ്നേഹിക്കാം, കളിക്കൂട്ടുകാരെ എന്നവണ്ണം.